ഞാൻ ഈ കുറച്ച് കുപ്പികളുമായിട്ട് വരുന്നത് വേറൊന്നിനുമല്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു വാവയുണ്ട്. അപ്പം അവന് 1.5 വയസ്സായി. അപ്പം അവന് കളിക്കാനായിട്ട് ഒരു ഗെയിം സെറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ കുപ്പി എടുത്തത്. ഈ 1 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് ഈ ഏജിലുള്ള കുട്ടികൾക്കൊക്കെ ഈ കുപ്പി വെച്ച് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം ഞാൻ ഒരു കുപ്പി കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് അത് അവൻ അടിച്ചുകൊണ്ട് പോയി. ഇപ്പം രണ്ടാമത്തെ കുപ്പി കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ക്യാപ്പ് ഫുൾ അവൻ ഊരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ടിവിയും ഫോണും ഒക്കെ കൊടുത്ത് കാർട്ടൂൺ കാണിക്കുന്നതിന് പകരം നമ്മൾ ഈ ഇതുപോലെയുള്ള ഗെയിമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാരൻസും കുട്ടികളും തമ്മിലെ ബോണ്ട് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാനും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് ബോട്ടിൽസ് പോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മാവിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 അവൻ ആദ്യമേ കൈക്കലാക്കി. ഞാൻ പറഞ്ഞു വെയിലത്ത് വെക്കാമെന്ന്. അപ്പോൾ എന്നിട്ടും കേൾക്കാതെ അവൻ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. അവൻ ഇനി വന്ന് ബാക്കി കൊളാക്കുന്നതിന് മുന്നേ തന്നെ ഇനി ഇതിനുള്ള ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് കളർ പേപ്പറോ അല്ലെങ്കിൽ ഫോം ഷീറ്റോ എന്തെങ്കിലും മതി. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെറൈറ്റി കളറിലുള്ള ഫോം ഷീറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വെറൈറ്റി കളറുള്ള പേപ്പർ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഗ്രീൻ, റെഡ്, പിന്നെ വൈറ്റ്, പിന്നെ ബ്ലൂ ആണ് കേട്ടോ. ഇത്രയും 4 കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, അതുപോലെ കുപ്പി അതിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്ലേ വേണം. ക്ലേ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 4 ഷേപ്പിൽ ഞാൻ ക്ലേ ഉരുട്ടി എടുക്കുന്നുണ്ട്. പകരം നിങ്ങളുടെ കയ്യിൽ 4 കളേഴ്സിലുള്ള ബീഡ്സ് ആയാലും മതി. അപ്പം ഞാൻ 4 ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം എൻ്റെ കുഞ്ഞ് ലീഫൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതുകൊണ്ട് ഞാൻ ലീഫ് ഉണ്ടാക്കി. പിന്നെ അല്ലാതെ കുറച്ച് ഷേപ്പിലുള്ള ബീഡ്സൊക്കെ ഉണ്ടാക്കി അതിന് കളർ അടിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ക്ലേ കട്ടേഴ്സൊന്നും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ക്ലേ കട്ടേഴ്സ് യൂസ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അത് പോയി എടുക്കുന്നതിന് മുന്നേ എൻ്റെ കുഞ്ഞമ്മാവ് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതിന് മുന്നേ ഞാൻ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ അരികു വെച്ചിട്ട് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ലീഫിൻ്റെ. അങ്ങനെ 4 ഷേപ്പിൽ ഞാൻ ക്ലേ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ കുറച്ച് മെനക്കെട്ടാലും സാരമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള ടോയ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അവർ നമ്മോട് കൂടെ നിന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ കൊച്ചു പിള്ളേരെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് അത് കുറച്ച് പാടാണ്. അവർ കണ്ണിൽ കാണുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും, വായിൽ വയ്ക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതൊക്കെ അവരുടെ വളർച്ചയുടെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ 4 കളറിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ ടോട്ടലി ഇതുപോലെ 4 കട്ട് ചെയ്തെടുക്കുകയും ചെയ്ത് പോരാത്തതിന് ഇതിൻ്റെ കുഞ്ഞൻ ഷേപ്പ് നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഷേപ്പിനും ഞാൻ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ ടോട്ടലി ഞാൻ 8 ഇതേപോലെ റൗണ്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ടൈപ്പ് ഗ്ലൂ നമ്മുടെ ഈ സ്റ്റോണൊക്കെ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യത്തില്ല, ആ ഒരു ടൈപ്പ് ഗ്ലൂ ആണ്. അതുപോലെ ബീഡ്സ് ഇതുപോലെ നമ്മുടെ ഈ തുണിയിലും അതുപോലെ തന്നെ ഈ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഗ്ലൂ. അപ്പോൾ ഇതിന് എനിക്കൊന്ന് റേറ്റ് 65-70 രൂപ എങ്ങാണ്ടാണ്. അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്ലൂ ഉരുകിയില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്ലൂ ഫുൾ വേസ്റ്റ് ആയിപ്പോകും. അതിനെക്കാട്ടി എനിക്ക് ഒരു ഗ്ലൂ ഗണ്ണിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത് ഈ ഒരു ടൈപ്പ് ഗ്ലൂ ആണ്. അപ്പോൾ ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇത് ഒരു ദിവസം വച്ചിരുന്നു കേട്ടോ. ബാക്കി ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചാണ് ഒട്ടിക്കുന്നതെങ്കിൽ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു പോരും. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഇത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ 1 മാസത്തിന് മുന്നേ ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തിപ്പോൾ ഇടുന്നത്. അപ്പോൾ ഇപ്പോഴും ഇത് വലിയ പ്രശ്നമൊന്നും കൂടാതെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ വാവ ഇത് വെച്ച് കളിക്കുന്നുമുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല അഫോർഡബിളുമാണ്. അഫോർഡബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതല്ലേ, അപ്പോൾ 0 കോസ്റ്റുമാണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. ഇപ്പോൾ ക്ലേ ഇല്ലാത്തവർ ഒരു 4 കളർ മുത്ത് മേടിച്ചാലും മതിയല്ലോ.
ഷേപ്പ് വരുത്തി കളർ അടിക്കുന്നതിന് പകരം ക്ലേ നമ്മൾ ആദ്യമേ തന്നെ ഉരുട്ടി എടുക്കത്തില്ലേ, അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള കളർ ആഡ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നീടുള്ള ക്രാഫ്റ്റിലാണ് കേട്ടോ എനിക്ക് ആ ഒരു സത്യം മനസ്സിലായത്. ഇത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. മറ്റേതാകുമ്പോൾ സിമ്പിളാണ്, നമുക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്ത് ക്ലേയിൽ കുഴച്ചെടുത്തിട്ട് പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയുമാണ്, ഇത് ഉണങ്ങി കിട്ടുകയും വേണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ കളർ ക്ലേ മേടിക്കുകയോ അല്ലെങ്കിൽ ക്ലേയിൽ നമ്മുടെ കയ്യിലുള്ള ക്ലേയിൽ കുറച്ച് കളർ ആക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ പരത്തി നല്ല ഷേപ്പിലാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ഞാൻ ഈ മുത്തിനെ എല്ലാം കൂടെ ഈ ഒരു കുഞ്ഞൻ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ കുഞ്ഞാവയ്ക്ക് കൊടുക്കണം കളിക്കാനായിട്ട്. അപ്പോൾ ഇത് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് 4 കളേഴ്സിലാണ് കേട്ടോ ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി വന്നിട്ട് അവൻ ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിയോട് അത്ര പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന് ആകപ്പാടെ ഒരു അമ്പരപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ നേരെ വണ്ണം അതിങ്ങനെ കളിച്ചൊന്നുമില്ല. പിന്നീട് അവർ പോയതിന് ശേഷം അവൻ നന്നായിട്ടിരുന്ന് ഇങ്ങനെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ബ്ലൂ കളർ, റെഡ് കളർ, വൈറ്റ് അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ അതിനനുസരിച്ച് പിന്നീട് കളിക്കുന്നുണ്ടായിരുന്നു. അവന് ഏറ്റവും ഇഷ്ടം ഈ കുപ്പി ഇങ്ങനെ അടയ്ക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ മുത്ത് പറക്കി അതിനകത്ത് ഇടുന്നേക്കാട്ടി അവന് ഇഷ്ടപ്പെട്ടത് ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.